പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഹാശിവരാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും വെജിറ്റബിൾ കുറുമയുമാണ്. ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. അതിനുള്ള അരിയാണ് കഴുകി വെച്ചിരിക്കുന്നത്, നീളനരി. അതിനകത്തുള്ള ചേർക്കേണ്ടുന്ന പച്ചക്കറികളാണിത്. ഇത് ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ നമ്മുടെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ ഒരു ബേ ലീഫ്, ഒരു പട്ട, 5-6 ഏലക്ക, കുരുമുളക്, തക്കോലം, ഗ്രാമ്പു. ഇപ്പം നമുക്ക് അരി വെള്ളം തിളച്ചതിനകത്തേക്ക് ഇടാം. വായു ഇട്ടിട്ടുണ്ട്, നമ്മൾ അരി ഇടും. അതിലേക്ക് പട്ട ഇടാം, ബേ ലീഫ് ഇടാം, കുരുമുളക് ഇടാം, ഏലക്കായ ഇട്ട്, ജാതിക്കായ ഇട്ട്, തക്കോലം ഇട്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇടുവാണ്. നമ്മളൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതിനകത്ത് ഈ അരിക്കകത്ത് തന്നെ ഇട്ടങ്ങ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാനേ, അതാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ തവി എടുത്തുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടയ്ക്കാം. നമുക്ക് ഉപ്പിടാം. എപ്പോഴും ഇച്ചിരി ഉപ്പ് ചോറിന് മുന്നിട്ട് നിൽക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് നാരങ്ങാ നീര് കൂടെ ഒഴിച്ചേക്കാം. ഇളക്കി കൊടുക്കാമേ. നമ്മുടെ അരിയും പച്ചക്കറികളും സ്പൈസസും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് ഒന്ന് വേവട്ടെ. ഒരുപാടങ്ങ് വെന്തലക്കണ്ട. നമ്മൾ ഈ നാരങ്ങാ നീര് ഉപ്പുമൊക്കെ ഇടുന്നത് ഈ ചോറ് ഒന്നൊന്നായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കുഴഞ്ഞ് ഒട്ടിപ്പിടിക്കത്തതൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ടുള്ള ചോറ് കിട്ടും. അരിയെല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. ഇതൊരു 80% വെന്ത് കഴിഞ്ഞ് ഇനി നമുക്കിതങ്ങ് ഊറ്റാം. ബാക്കി ഈ ചൂടിനകത്തിരുന്നങ്ങ് വെന്തോളും. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമുക്കൊരു കോളിഫ്ലവറിൻ്റെ കുറുമ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ദാണ്ട് കോളിഫ്ലവർ എടുത്ത് കഴുകി വൃത്തിയാക്കി നല്ല തിളച്ച വെള്ളത്തിലിട്ട് അത് കോരി വെച്ചിരിക്കുകയാണ്. അതുപോലെ അതിന് ചേർക്കാനുള്ള ക്യാരറ്റ്, പിന്നെ ഉരുളൻകിഴങ്ങ്, സവാള, തക്കാളി, മല്ലിയില, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞ് ഞാനിതെല്ലാം ഒന്നും കൂടി സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. കുറുമക്കറി വെക്കാനായിട്ട് എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പേ ചേർത്തുള്ളൂ. നമുക്ക് ഈ ഉപ്പ് ഇതിനകത്തെല്ലാം ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാൻ ഈ സ്റ്റീം ചെയ്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ വളരെ കുറച്ച് എണ്ണയെ നമുക്കന്നേരം കറിയിലേക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. ഇത് വേവിച്ചാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുന്നതിനകത്തേക്ക് എടുത്തിട്ടാൽ മതിയല്ലോ. അപ്പോൾ എണ്ണ കുറച്ചിരിക്കും, കുറച്ച് ഉപയോഗിച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്കന്നേരം സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി നല്ല ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് പീസാക്കി എടുത്ത കോളിഫ്ലവർ, പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ്, ഇത് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഇനി അത് അടപ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. ഓക്കെ, സ്റ്റീം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കോരിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കുക. അതിന് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു തേങ്ങയാണ് നമ്മൾ തിരിങ്ങിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ജാറിലേക്ക് വാരിയിട്ടിട്ട് നമുക്ക് സ്വല്പം വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് ഫസ്റ്റ് പാൽ വേറെ സെക്കൻഡ് പാൽ വേറെ നമുക്ക് അരിച്ചെടുക്കാം. ഇത് ഒന്നാമത്തെ പാലാണ്, അരിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് കിട്ടാനും കറി ഇച്ചിരി തിക്കായി വരാനും വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂനട്ട് അരച്ചെടുക്കാം. ഓക്കെ, കറി നല്ല ടേസ്റ്റോടെ ഇരിക്കും. കറിയിലേക്ക് ചേർക്കുമ്പോൾ നല്ല തിക്കാവും, കറി നല്ല ടേസ്റ്റി ആവും. ഓക്കെ,
ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇടാം, കുറച്ച് പെരിഞ്ചീരകം ഇടാം. നമുക്ക് സവാള ഇട്ടേക്കാം. സവാള ഒന്ന് വാടട്ടെ, കുറച്ച് ഉപ്പിട്ടേക്കാം. നമ്മൾ മറ്റേ വെജിറ്റബിൾസ് എല്ലാം സ്റ്റീം ചെയ്തപ്പോൾ അതിൽ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് കണക്ക് കൂട്ടി വേണം. ഇത് നമ്മൾ ചോറിന് നന്നായിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. 2 മുളകും കൂടെ ഇട്ട് കൊടുത്തേക്കാം. നമ്മുടെ സവാളയൊക്കെ എന്തായാലും നോക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ്, ഇത് ഐസ്ക്രീമിൻ്റെ ഇത് ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്കിതിനകത്തേക്ക് സെക്കൻഡ് പാലൊഴിച്ച് കൊടുക്കാം. ഇത് 2ാം പാലാണ്. രണ്ടാമത്തെ പാലൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് തിളച്ച് വരട്ടെ. സവാള എല്ലാം റെഡി ആയിട്ടുണ്ട്. 1ാം പാലിനകത്ത് കിടന്ന്. ഇനി നമുക്ക് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നമ്മൾ വളരെ ചെറിയ തീക്കകത്താണ് വെച്ചേക്കുന്നത്. ഫസ്റ്റ് പാലങ്ങ് ഒഴിക്കുക, കാരണം ബാക്കി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തതാണ്. അതുകൊണ്ട് നമ്മളിനി ഇതിങ്ങനെ ഒഴിച്ചങ്ങ് എടുക്കുക. ഇനി നമ്മളിതിനകത്തേക്ക് ദാണ്ടെ നമ്മുടെ കാഷ്യൂനട്ട് അരച്ചത്, തേങ്ങാപ്പാലിനകത്താണ് ഞാനിത് അരച്ചത്, അതും കൂടെ അങ്ങ് ചേർക്കുക. ഇത് നമ്മൾ ഒരു കുറച്ച് പാൽ, തേങ്ങാപ്പാലിനകത്ത് 1 സ്പൂണ് തികച്ചില്ല, കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിക്കുക. അപ്പോൾ കറിക്ക് നല്ല തിക്നെസ്സും വരും, കറിയൊക്കെ നല്ല ടേസ്റ്റായിട്ടിരിക്കും തോന്നി. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സ്വല്പ സമയം അടച്ചും കൂടെ വെച്ചേക്കാം. ഞാൻ വളരെ സിമ്മിലാണ് വെച്ചേക്കുന്നത്. ഒരു അല്പം നെയ്യും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചേക്കാം. നമ്മുടെ കുറുമക്കറിയാണ്. ഫ്രൈ റൈസ് വിളമ്പാം, വെജിറ്റബിൾ ഫ്രൈ റൈസ്. നമ്മുടെ കുറുമക്കറി ഒഴിക്കാം. ഓക്കെ, ഒരല്പം അച്ചാറും വയ്ക്കാം. നമ്മുടെ വെജിറ്റബിൾ ഫ്രൈ റൈസ് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ കുറുമക്കറിയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും